അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 5ാം ക്ലാസ് അഖീദ പാഠം 3 അൽ മുഅ്ജിസത്തു. ഇതാണ് പാഠഭാഗത്തിന്റെ പേര്. ഇനി നമുക്ക് പാഠഭാഗം നോക്കാം. അള്ളാഹുവിന്റെ സന്ദേശം ജനങ്ങൾക്ക് കൈമാറാൻ അള്ളാഹു തെരഞ്ഞെടുത്ത ദൂതന്മാരാണ് അംബിയ മുർസലുകൾ. അവർ അള്ളാഹുവിന്റെ ദൂതന്മാരാണെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ അവർക്ക് അള്ളാഹു നൽകുന്ന അസാധാരണ സംഭവങ്ങളാണ് മുഅ്ജിസത്ത്. മാജിക് അസാധാരണ സംഭവമാണെങ്കിലും അത് പഠിച്ചവർക്കെല്ലാം അത് അവതരിപ്പിക്കാൻ കഴിയും. എന്നാൽ മുഅ്ജിസത്ത് അംബിയ മുർസലുകൾക്ക് മാത്രമേ പ്രകടിപ്പിക്കാൻ കഴിയുകയുള്ളൂ. അതാണ് മുഅ്ജിസത്തിന്റെ പ്രത്യേകത. മാത്രമല്ല, മാജിക് പരാജയപ്പെടുത്താനും കഴിയും. ശത്രുക്കൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ജീവനോടെ കത്തിച്ചു കളയാൻ തീരുമാനിച്ചു. അതിനായി ധാരാളം വിറകുകൾ ശേഖരിച്ചു. വിറകുകൾ ആളിക്കത്താൻ തുടങ്ങി. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ ആജ്വലിക്കുന്ന അഗ്നിയിലേക്ക് അവർ എറിഞ്ഞു. ഒരു പോരലു പോലും ഏൽക്കാതെ അഗ്നി ജ്വാലകൾക്കിടയിലൂടെ പുഞ്ചിരി തൂകിക്കൊണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാമിനെ പുറത്തേക്ക് നടന്നു വന്നു. ചൂടിന് പകരം തണുപ്പും സ്വസ്ഥതയും സമാധാനവുമായിരുന്നു തീ ഇബ്രാഹിം അലൈഹിസ്സലാമിന് നൽകിയത്. ഇത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മുഅ്ജിസത്താണ്. മൂസ നബി അലൈഹിസ്സലാമിന്റെ കൈവശം ഒരു വടി ഉണ്ടായിരുന്നു. അത് താഴെയിട്ടാൽ ഭീകരമായ ഒരു സർപ്പമായി മാറും. കയ്യിലെടുത്താൽ അത് വീണ്ടും വടിയാകും. ഈസാ നബി അലൈഹിസ്സലാം മരണപ്പെട്ടവർക്ക് ജീവൻ തിരിച്ചു നൽകിയിരുന്നു. ഒരിക്കൽ ഒരു മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ കേവിയായ ഒരു സ്ത്രീ ഈസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, എനിക്ക് ആകെയുള്ള ഒരു മകനാണ് മരിച്ചുപോയത്. അവന് ജീവൻ തിരിച്ചു നൽകിയാലും. കട്ടിലിൽ കിടക്കുന്ന ആ മയ്യത്തിനോട് അള്ളാഹുവിന്റെ അനുമതിയോട് കൂടി നീ എഴുന്നേൽക്കൂ എന്ന് ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞു. അയാൾ ഉടനെ കട്ടിലിൽ എഴുന്നേറ്റിരുന്നു. പിന്നീട് ആ മയ്യത്ത് കട്ടിൽ അദ്ദേഹമാണ് ചുമന്നു കൊണ്ടുപോയത്. ഇത്തരം ധാരാളം മുഅ്ജിസത്തുകൾ നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നുണ്ടായിട്ടുണ്ട്. ഇസ്രാ മിഅ്റാജ് യാത്രകൾ, ചന്ദ്രൻ പിളർന്ന സംഭവം, ജനങ്ങൾക്ക് വെള്ളം ആവശ്യമായപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈവിരലുകൾക്കിടയിലൂടെ ശുദ്ധമായ ജലം പ്രവഹിച്ചത്, വൃക്ഷങ്ങൾ, മൃഗങ്ങൾ, കല്ലുകൾ മുതലായവ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സംസാരിച്ചത് തുടങ്ങിയവ അവയിൽ ചിലതാണ്. പരിശുദ്ധ ഖുർആനാണ് നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും വലിയ മുഅ്ജിസത്ത്. അത്ഭുതകരമായ ആ കിതാബ് പഠിച്ചും വിലയിരുത്തിയും ധാരാളം ആളുകൾ ഇന്നും ഇസ്ലാം മതം സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നു. പ്രവാചകന്മാരുടെ മുഅ്ജിസത്തുകൾ മരണാന്തരവും നിലനിൽക്കുന്നതാണ്. ഇനി നമുക്ക് തെദ്രീബാത്ത് നോക്കാം. തെദ്രീബാത്തിലെ 1ാം ഭാഗം ചേരുംപടി ചേർക്കുക. ഇബ്രാഹിം അലൈഹിസ്സലാം തീക്കുണ്ടാരം, മൂസ അലൈഹിസ്സലാം വടി സർപ്പം, ഈസ അലൈഹിസ്സലാം മരിച്ചവരെ ജീവിപ്പിക്കൽ, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഇസ്രാഉ വൽ മിഅ്റാജു. ഒന്നും കൂടെ പറയാം. ഇബ്രാഹിം അലൈഹിസ്സലാം തീക്കുണ്ടാരം, മൂസ അലൈഹിസ്സലാം വടി സർപ്പം, ഈസ അലൈഹിസ്സലാം മരിച്ചവരെ ജീവിപ്പിക്കൽ, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഇസ്രാഉ വൽ മിഅ്റാജു. തെദ്രീബാത്തിലെ 2ാം ഭാഗം ഉത്തരം പറയാം. ചോദ്യം 1. അംബിയ മുർസലുകൾ ആരാകുന്നു? ഉത്തരം: അള്ളാഹുവിന്റെ സന്ദേശം ജനങ്ങൾക്ക് കൈമാറാൻ അള്ളാഹു തിരഞ്ഞെടുത്ത ദൂതന്മാരാണ് അംബിയ മുർസലുകൾ. ചോദ്യം 2. മുഅ്ജിസത്ത് എന്നാൽ എന്ത്? ഉത്തരം: അള്ളാഹുവിന്റെ ദൂതന്മാരാണെന്ന് സമൂഹത്തെ
പെടുത്താൻ അംബിയ മുർസലുകൾക്ക് അള്ളാഹു നൽകുന്ന അസാധാരണ സംഭവങ്ങളാണ് മോജിസത്ത്. ചോദ്യം 3. നമ്മുടെ നബിയുടെ ഏറ്റവും വലിയ മോജിസത്ത് ഏതാകുന്നു? ഉത്തരം പരിശുദ്ധ ഖുർആൻ. ചോദ്യം 4. മാജിക്കും മോജിസത്തും തമ്മിലുള്ള വ്യത്യാസം എന്ത്? ഉത്തരം മാജിക് പഠിച്ചവർക്കെല്ലാം അവതരിപ്പിക്കാനും പരാജയപ്പെടുത്താനും കഴിയും. എന്നാൽ മോജിസത്ത് അംബിയ മുർസലുകൾക്ക് മാത്രമേ പ്രകടിപ്പിക്കാൻ കഴിയുകയുള്ളൂ. തദ്രീബാത്തിലെ 3-ാം ഭാഗം ശരി മാർക്ക് ചെയ്യുക. 1. മോജിസത്ത്. മാജിക്കിന്റെ അറബി നാമം. തെറ്റ്, ശരിയല്ല. അള്ളാഹു അംബിയ മുർസലുകൾക്ക് നൽകിയ അത്ഭുത ശക്തി. ശരിയാണ്. മാതൃകരുടെ മാതൃക ശക്തി. തെറ്റാണ്. 2. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മോജിസത്തിൽ പെട്ടതാണ് സൂര്യൻ പിളർത്തിയത്. തെറ്റ്. കൈവിരലുകൾക്കിടയിലൂടെ ജലം പ്രവഹിച്ചത്. ശരിയാണ്. മൃഗങ്ങൾ സംസാരിച്ചത്. ശരിയാണ്. 3. പ്രവാചകരുടെ മോജിസത്ത് മരണാന്തരം വരെ നിലനിൽക്കും. ശരിയാണ്. നിലനിൽക്കില്ല. തെറ്റാണ്. ഇനി തദ്രീബാത്തിലെ 4-ാം ഭാഗം അന്വേഷിച്ചു കണ്ടെത്താം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഇടപെട്ട തീയിനോട് അള്ളാഹു പറഞ്ഞ ഖുർആൻ വാക്യം ഏതായിരുന്നു? ഉത്തരം ഖുൽനാ യാ നാറു കൂനി ബർദം വസലാമൻ അല ഇബ്രാഹിം. ഖുൽനാ യാ നാറു കൂനി ബർദം വസലാമൻ അല ഇബ്രാഹിം. എല്ലാവരും നല്ലതുപോലെ പഠിക്കുക. വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.